Hello students, welcome to today's class. ഇന്ന് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. കീമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 വരെയാണ് രജിസ്ട്രേഷൻ്റെ ടൈം. അടുത്ത മാസം 24-ലാണ് എക്സാം. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് റിസൾട്ടും ഫോർമുലയും നമുക്ക് നോക്കാം. അതായത് y = sin x എന്ന് തന്നാൽ നമുക്കത് x = sin ഇൻവേഴ്സ് y എന്ന് എഴുതാം. സൈൻ ഓഫ് sin ഇൻവേഴ്സ് x എന്ന് പറയുമ്പോൾ x ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്. ഈ രണ്ട് റിസൾട്ട് നമുക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് വാല്യൂസിലും അപ്ലൈ ചെയ്യാം. അതായത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ട് എക്സ്. അടുത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുമ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുമ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുമ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അടുത്ത സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ π/2 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ π/2 ആണ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ π/2 ആണ്. കുറച്ച് റിസൾട്ടും കൂടിയുണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് y/1 മൈനസ് എക്സ് വൈ ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y ആണെങ്കിൽ ഈ സൈൻ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അടുത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് y ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു √(1 - y² പ്ലസ് y ഇൻറ്റു √(1 - x² ആണ്. അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് y ആണെങ്കിൽ ഈ പ്ലസിന് പകരം മൈനസ് ഇട്ടാൽ മതി. അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് y ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് xy മൈനസ് √(1 - x² ഇൻറ്റു √(1 - y² ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് y ഉണ്ട്. സൈൻ ചേഞ്ച് ചെയ്താൽ മതി. അടുത്തത് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x/1 + x² വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 - x²/1 + x² വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 - x². പിന്നെ സൈൻ 3x എന്ന് പറയുമ്പോൾ 3 sin x മൈനസ് 4 sin³ x ആണ്. ടാൻ 3x എന്ന് പറയുമ്പോൾ 3 tan x മൈനസ് tan³ x/1 - 3 tan² x ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ വാല്യൂ ഓഫ് sec² tan ഇൻവേഴ്സ് ഓഫ് 3 പ്ലസ് cosec² cot ഇൻവേഴ്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു sec² tan ഇൻവേഴ്സ് ഓഫ് 3 പ്ലസ് cosec² cot ഇൻവേഴ്സ് ഓഫ് 2 equal to sec into tan inverse of 3 the whole square plus cosec into cot inverse of 2 the whole square എന്ന് എഴുതാം. നമുക്കൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് ആംഗിൾ എക്സ് ആയിട്ട് എടുക്കാം. tan inverse of 3 equal to x എടുക്കാം. അപ്പോൾ tan x equal to 3 എന്ന് കിട്ടും. നമുക്കറിയാം tan x എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതായത് 3 1. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് √9 + 1 is equal to √10. അപ്പോൾ ഇതിൽ നിന്നും sec x equal to hypotenuse ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതായത് √10/1 വിച്ച് ഈസ് ഈക്വൽ ടു √10 കിട്ടും. നമുക്കൊരു ട്രയാങ്കിളും കൂടി വരച്ചിട്ട് ഇത് തീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 2 ഈക്വൽ ടു തീറ്റയാണ്. അപ്പോൾ കോട്ട് തീറ്റ ഈക്വൽ ടു 2 എന്ന് കിട്ടും. കോട്ട് തീറ്റ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ബൈ
ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ 2 1. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ 1 + 4 = √5 എന്ന് കിട്ടും. അതിൽ നിന്നും നമുക്ക് കൊസീക് തീറ്റ കണ്ടുപിടിക്കാം. കൊസീക് തീറ്റ = ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്, അതായത് √5/1 which is equal to √5. അപ്പോൾ ഇതിൽ നിന്നും കൊസീക് ഇൻവേഴ്സ് ഓഫ് √5 = തീറ്റ എന്നും കിട്ടും. സീക്ക് ഇൻവേഴ്സ് ഓഫ് √10 = x എന്നും കിട്ടും. നമുക്ക് ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് 3 പകരം സീക്ക് ഇൻവേഴ്സ് ഓഫ് √10 എഴുതാം. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് √10 = പ്ലസ് കൊസീക്ക് ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 2 പകരം കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √5 എഴുതാം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √5 which is equal to സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് x എന്ന് പറയുമ്പോൾ x ആണ്, അതായത് √10. ഇവിടെ ഒരു ഹോൾ സ്ക്വയറും കൂടി ഉണ്ട്. √10² പ്ലസ് കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് x എന്ന് പറയുമ്പോൾ x ആണ്, അതായത് √5² which is equal to 10 + 5 15. Option C. Second question, cos inverse of cos 7π/5 = നമുക്ക് cos inverse of cos 7π/5 പകരം 2π - 3π/5 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ 7π/5 എന്ന് കിട്ടും. 2π - x എന്ന് പറയുമ്പം ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്, സെയിം വാല്യൂ തന്നെ ആയിരിക്കും. അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/5 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് x എന്ന് പറയുമ്പോൾ x ആണ്, ഇവിടെ x എന്ന് പറയുമ്പോൾ 3π/5 ആണ്. ഓപ്ഷൻ A is the right answer. Third question, if tan inverse of -x plus cos inverse of -1/2 = π/2, then the value of x is equal to tan inverse of -x plus cos inverse of -1/2 = π/2. നമുക്കറിയാം tan inverse of -x = tan inverse of x ആണ്. അതുപോലെ cos inverse of -x = π - cos inverse of x ആണ്. അതായത് tan inverse of -x ന് പകരം tan inverse of x plus π - cos inverse of 1/2 = π/2 എന്ന് കിട്ടും. tan inverse of x plus π - cos inverse of 1/2 എന്ന് പറയുമ്പോൾ cos 60 ആണ്. cos 60 = 1/2 ആണ്. അപ്പോൾ cos inverse of 1/2 എന്ന് പറയുമ്പോൾ 60, അതായത് π/3. cos inverse 1/2 ന് പകരം നമുക്ക് π/3 എഴുതാം, = π/2 tan inverse of x plus π - π/3 എന്ന് പറയുമ്പോൾ 2π/3 = π/2 tan inverse of x = π/2 - 2π/3 which is equal to -π/6 tan inverse of x = -π/6, അതായത് tan π/6 = x. അതിൽ നിന്നും x = tan π/6 നമുക്കറിയാം tan 30 which is equal to 1/√3 ആണ്. അപ്പോൾ tan π/6 ന് പകരം 1/√3 എഴുതാം, x = 1/√3. ഓപ്ഷൻ C. Fourth question, tan of 3 tan inverse of 1/5 minus π/4 = നമുക്കിതിൽ tan inverse of 1/5 x ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൽ നിന്നും tan x = 1/5 എന്ന് കിട്ടും. നമുക്കറിയാം tan a - b എന്ന് പറയുമ്പോൾ tan a - tan b /1 - tan a tan b ആണ്. നമുക്കിതിൽ tan of 3 tan inverse of 1/5 ന് പകരം 3x എന്ന് എഴുതാം, -π/4.
അപ്പോൾ ഇത് ടാൻ എ മൈനസ് ടാൻ ബി എന്ന ഫോമിലായി, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ പൈ ബൈ 4 ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ 3x 1 പ്ലസ് ടാൻ എ ടാൻ ബി ആണ്, 1 പ്ലസ് ടാൻ 3x ടാൻ പൈ ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ 1 ആണ്, 1 ബൈ 1 പ്ലസ് ടാൻ 3x എന്നാവും. ഇനി ടാൻ 3x എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ടാൻ x മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ് ആണ്. നമുക്കറിയാം ടാൻ എക്സ് ഈക്വൽ ടു 1/5 ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 1/5 മൈനസ് ടാൻ ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ 1/5 ഹോൾ ക്യൂബ് ബൈ 1 മൈനസ് 3 ഇൻറ്റു 1/5 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3/5 മൈനസ് 1/125 ഡിവൈഡ് ബൈ 1 മൈനസ് 3/25 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 37/55 എന്ന് കിട്ടും. എന്നിട്ട് ടാൻ 3x മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ടാൻ 3x മൈനസ് 1 ബൈ 1 പ്ലസ് ടാൻ 3x. ടാൻ 3x നമുക്ക് കിട്ടി 37/55, അതായത് 37/55 മൈനസ് 1 ബൈ 1 പ്ലസ് 37/55. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 37 മൈനസ് 55/55 ഹോൾ ഡിവൈഡ് ബൈ 55 പ്ലസ് 37/55 which is equal to minus 9/46. Fifth question, if cos inverse of 1 minus x square by 1 plus x square plus cos inverse of 1 minus y square by 1 plus y square equal to pi by 2 where xy less than 1, then നമുക്കിതിൽ x ഈക്വൽ ടു ടാൻ തീറ്റ എന്നെടുക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടും. അതുപോലെ തന്നെ y ഈക്വൽ ടു ടാൻ 5 എന്നെടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു 5 എന്ന് കിട്ടും. നമുക്ക് എക്സുമായി റീപ്ലേസ് ചെയ്യാം. കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ 5 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 5 എന്ന് എഴുതാം. ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. നമുക്കറിയാം കോസ് 2x ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. ഈ റിസൾട്ട് വെച്ച് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ നമുക്ക് കോസ് 2 തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 5 എന്ന് എഴുതാം. ഈക്വൽ ടു പൈ ബൈ 2. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, അതായത് 2 തീറ്റ പ്ലസ് 2 5 ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. 2 കോമൺ എടുത്താൽ 2 ഇൻറ്റു തീറ്റ പ്ലസ് 5 ഈക്വൽ ടു പൈ ബൈ 2. നമുക്കറിയാം തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സും 5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈയും ആണ്. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2 നമുക്ക് ആർച്ച് സൈഡിലോട്ട് എടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ഈക്വൽ ടു ടാൻ പൈ ബൈ 4 എന്ന് കിട്ടും. ടാൻ പൈ ബൈ 4 1 ആണ്. സോ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും.
അതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് വൈ എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 6th question. If tan inverse of 2x plus tan inverse of 3x equal to pi by 2, then the value of x is equal to tan inverse of 2x plus tan inverse of 3x equal to pi by 2. നമുക്കിതിൽ tan inverse of x plus tan inverse of y ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. tan inverse of 2x plus 3x by 1 minus 2x into 3x equal to pi by 2. tan inverse of 2x plus 3x എന്ന് പറയുമ്പോൾ 5x by 1 minus 2x into 3x 6x square equal to pi by 2. അതായത് 5x by 1 minus 6x square equal to tan pi by 2 എന്ന് കിട്ടും. 5x by 1 minus 6x square equal to tan pi by 2 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 minus 6x square by 5x equal to 1 by infinity which is equal to 0 ആണ്. അതായത് 1 minus 6x square equal to 0, 6x square equal to 1. അതിൽ നിന്ന് നമുക്ക് x square equal to 1 by 6 എന്ന് എഴുതാം. So x equal to 1 by root 6. Option A is the right answer. 7th question. The value of cos of sin inverse of 2 by 3 is equal to cos of sin inverse of 2 by 3. നമുക്ക് sin inverse of 2 by 3 equal to x എന്ന് എടുക്കാം. അപ്പോൾ sin x equal to 2 by 3. നമുക്കറിയാം sin x എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഒരു ട്രയാങ്കിൾ വരച്ച് ഇത് ആംഗിൾ എക്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 9 മൈനസ് 4 ഈക്വൽ ടു റൂട്ട് 5 എന്ന് കിട്ടും. നമുക്ക് അതിൽ നിന്നും കോസ് എക്സ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അതായത് റൂട്ട് 5 by 3. നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 by 3നെ റീപ്ലേസ് ചെയ്ത് കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 5 by 3 എന്ന് എഴുതാം. അതായത് കോസ് ഇൻവേഴ്സ് റൂട്ട് 5 by 3 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അതായത് റൂട്ട് 5 by 3 ഇസ് ദ ആൻസർ. റൂട്ട് 5 by 3 ഓപ്ഷൻ ഡി. 8th question. The value of tan inverse of root 3 by 2 plus tan inverse of 1 by root 3 is equal to. ഇതിൽ ഡയറക്റ്റ് tan inverse of x plus tan inverse of y ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അതായത് tan inverse of root 3 by 2 plus 1 by root 3 divided by 1 minus root 3 by 2 into 1 by root 3 equal to ന്യൂമറേറ്റർ LCM എടുക്കുമ്പോൾ 3 plus 2 by 2 root 3 divided by 2 root 3 minus root 3 by 2 root 3. 2 root 3 2 root 3 ക്യാൻസൽ ആയി പോകും. എന്നിട്ട് tan inverse of 3 plus 2 5 by 2 root 3 minus root 3 നിന്ന് നമുക്ക് root 3 കോമൺ എടുക്കാം. 2 minus 1 അതായത് tan inverse of 5 by root 3 2 minus 1 1 ആണ്. അപ്പം ഫൈനൽ ആൻസർ tan inverse of 5 by root 3 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. 9th question. If 2 sin inverse of x minus cos inverse of x equal to pi by 2, then x is equal to 2 sin inverse of x minus cos inverse of x equal to pi by 2. ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. നമുക്കറിയാം sin inverse of x plus cos inverse of x equal to pi by 2 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 plus 2 ചെയ്യുമ്പോൾ 3 sin inverse of x equal to pi by 2 plus pi by 2 അതായത് പൈ കിട്ടും. അതിൽ നിന്നും sin inverse of x equal to pi by 3 എന്ന് കിട്ടും. നമുക്കപ്പോൾ x equal to sin pi by 3 എന്ന് എഴുതാം. sin pi by 3 sin 60 which is equal to root 3 by 2.
Option D is the right answer. Question number 10. The value of sin inverse of 4 by 5 plus 2 tan inverse of 1 by 3 is equal to sin inverse of 4 by 5 plus 2 tan inverse of 1 by 3. നമുക്കറിയാം 2 tan inverse of x equal to sin inverse of 2x by 1 plus x square ആണ്. നമുക്ക് ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് sin inverse of 4 by 5 equal to sin inverse of 4 by 5 plus 2 tan inverse of 1 by 3 എന്ന് പറയാം. നമുക്ക് sin inverse of 2 by 3 by 1 plus 1 by 3 whole square എന്ന് എഴുതാം. അതായത് sin inverse of 4 by 5 plus sin inverse of 2 by 3 divided by 9 plus 1 by 9, which is equal to sin inverse of 4 by 5 plus sin inverse of 2 by 3 by 10 by 9 എന്ന് കിട്ടും, which is equal to sin inverse of 4 by 5 plus sin inverse of 2 by 3 into 9 by 10, which is equal to sin inverse of 4 by 5 plus sin inverse of 3 by 5 എന്ന് കിട്ടും. ഇനി നമുക്ക് sin inverse of x plus sin inverse of y എന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. sin inverse of x plus sin inverse of y equal to sin inverse of x into root of 1 minus y square plus y into root of 1 plus 1 minus x square. നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ sin inverse of 4 by 5 into root of 1 minus 9 by 25 plus 3 by 5 into root of 1 minus 16 by 25, which is equal to sin inverse of 4 by 5 into root of 25 minus 9 by 25, അതായത് 16 by 25 plus 3 by 5 into root of 25 minus 16 by 25, അതായത് 9 by 25, which is equal to sin inverse of 4 by 5 into 4 by 5 എന്ന് കിട്ടും plus 3 by 5 into 3 by 5 എന്ന് കിട്ടും, which is equal to sin inverse of 16 by 25 plus 9 by 25. നമുക്ക് sin inverse of 25 by 25 എന്ന് കിട്ടും, which is equal to sin inverse of 1. sin inverse of 1 sin 90 ആണ്, അതായത് pi by 2. Option is the right answer.